കേരയിൽ എന്നത് കേരള രാഷ്ട്രീയത്തിലെ ചൂടുപിടിച്ച വിവാദങ്ങളിലൊന്നായിരുന്നു. എന്നാൽ അതിനുമപ്പുറം ആ മഞ്ഞക്കുറ്റിയിൽ തട്ടി ഇല്ലാതായ സ്വന്തം വീടും മണ്ണും ഉപേക്ഷിച്ച നാടുവിട്ടു പോകേണ്ടി വന്ന കുറച്ചു മനുഷ്യരുണ്ട്. അവരെ കുറിച്ചാണ് കേരളയുടെ കുറ്റി കിടക്കുന്നത്. ഒരായുസ് മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ മണ്ണും വീടും വിട്ടിറങ്ങേണ്ടി വന്നവരുടെ ശേഷിപ്പുകളാണിത്. സർവേ കല്ലുകളുടെയും മഞ്ഞക്കുറ്റികളുടെയും ഇടയിൽപ്പെട്ട ഗതികേടിലായ കുറച്ചധികം ജീവിതങ്ങൾ. ചിതലരിച്ച് തൂണുകൾ ദ്രവിച്ച് നിറമങ്ങി കാടുകയറി ഇങ്ങനെ നിരവധി വീടുകൾ മാമലയിലുണ്ട്. മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കല്ലിട്ട് പോയ തൃപ്പൂണിത്തുറ ബൈപ്പാസ് മുതൽ സിൽവർ ലൈൻ വരെയുള്ള പദ്ധതികളുടെ ഇരകൾ. ഇതാണ് തൃപ്പൂണിത്തുറ കൊണ്ടുവന്ന ഒരു ബൈപ്പാസ് ലൈൻ. അതിനുവേണ്ടി അക്വയർ ചെയ്ത ഒരു കുറ്റിയാണിത്. ഇവിടെ നിന്ന് ഒരു 45 മിനിറ്റിൽ മാറി അങ്ങോട്ടൊരു കുറ്റിയുണ്ട്, അവിടെ ഒരു കുറ്റിയുണ്ട്. അത് കേരളയിൽ പെട്ടേക്കണാണ്. ആ കേരളയിൽ പെട്ടും ഹൈവേക്കും കേരളയിലും പെട്ടു പോകുന്ന ആ വീടുകളാണ് ഇതെല്ലാം. ഇങ്ങനെ ഒട്ടനവധി വീടുകൾ നാശനഷ്ടത്തിലേക്ക് പോയി. ഇവിടെ നിന്നുള്ള ആളുകളൊക്കെ മാറി സ്ഥലം വിൽക്കാൻ പറ്റാതെയും വീട് വെക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറി അവർ വാടക വീട്ടിലേക്ക് പോകാനുണ്ടായത്. ഈ വീട് ഒരു പോലീസുകാരൻ്റെയാണ്. അതായത് അയ്യപ്പൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് 2 പെൺമക്കളായിരുന്നു. അപ്പോൾ ഈ വീട് അദ്ദേഹം ഹൈവേക്ക് പോകില്ലോ എന്ന് ഓർത്തുകൊണ്ട്, ബൈപ്പാസ് ലൈന് പോകുന്നില്ലോ എന്ന് ഓർത്തുകൊണ്ട് പുള്ളിയുടെ ബാക്കിയുള്ള സ്ഥലത്ത് പുള്ളി ഒരു തറയിട്ട്, ഈ തറയാണ് കേരളിനും ഹൈവേക്കുമായിട്ട് ഇങ്ങനെ പോയി. അപ്പോൾ യാതൊരു രക്ഷയില്ലാണ്ട് അദ്ദേഹം വീണ്ടും വേറൊരു വാടക വീട്ടിലേക്ക് മാറി പോകാനുണ്ടായത്. സിൽവർ ലൈനായി മഞ്ഞക്കുറ്റി നാട്ടിയതോടെ ഭൂമി വാങ്ങാൻ ആളില്ലാതായി. വായ്പ പോലും കിട്ടാത്ത മണ്ണ പലർക്കും ഇന്ന് ബാധ്യതയാണ്. ഇക്കാന്നാണ് കേരളയുടെ കുറ്റി. അന്ന് എനിക്ക് സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. അപ്പോൾ ആരൊക്കെയോ വന്ന് സമരക്കാർ വന്ന് പറിച്ച് ഈ കാട്ടിക്കൊണ്ടിട്ടൊക്കെയാണ്. ഞാൻ പിന്നീടാണ് കാണണേക്കാണ്. ഇപ്പോഴും പറയുന്ന കേരളയിൽ വെറുതെ അല്ലാട്ടോ വരൂട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് ഇതൊന്നും അറിയില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരു കറങ്ങുന്ന കസേരയിൽ ഇരുന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മളെപ്പോലുള്ള പാവപ്പെട്ട ജനങ്ങളാണ് ഇതൊക്കെ അനുഭവിക്കുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒന്നും വെച്ചിട്ട് ഒരു ബാങ്കിൽ നിന്ന് പോലും പൈസ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് വരുന്നത്. കേരളയിലും ഹൈവേ മറ്റൊരു കൊണ്ടുവന്നൂർ ധനുഷ്കോടിയുടെ ഹൈവേകൾ ഇതിൽ വരുന്നതുകൊണ്ടാണ് മൊത്തത്തിൽ ഇവിടെ ജംഗ്ഷൻ പോയിൻ്റായി മാറിയേക്കാണ്. ഒരു കാര്യത്തിലും ഒന്നും നടക്കില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. കാണുന്ന ഒരു കുറ്റി, അപ്പുറത്ത് കാണുന്ന ഒരു കുറ്റി, അതിന്റെ അപ്പുറത്ത് അങ്ങനെ നേരെ സ്ട്രൈറ്റ് ആയിട്ട് ഒന്നിനു പിന്നാലെ ഒന്നായി പ്രഖ്യാപിച്ച പദ്ധതികളും കല്ലിടലിലെ തിടുക്കവും ജീവിതം ഒന്നാകെ തകർത്തുന്ന മാമലക്കാർ പറയുന്നു. കേരളയിൽ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു 5 സെന്റ് സ്ഥലം കൊടുത്തിട്ട് ഒരു കുട്ടിയുടെ വിവാഹം നടത്താൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. അല്ലെങ്കിൽ ബാങ്കിൽ ലോൺ വയ്ക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂത്താൾ UK പോകാനായിട്ട് ലോൺ അപേക്ഷിച്ചിട്ട് ലോണൊന്നും കിട്ടിയിട്ടില്ല. മന്ത്രിമാർ അവരൊക്കെ പറയുന്നുണ്ട് ലോണിന് ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട്. ഇവരെല്ലാം കസേരയിലിരുന്ന് പറയുന്നതല്ലാതെ നമുക്കൊന്നും നടപ്പിലാകുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. അഭിമാന പദ്ധതികളെന്ന് സർക്കാർ കൊട്ടിഘോഷിക്കുമ്പോൾ ഇതുവരെയും നടപ്പിലാക്കാത്ത ഈ പദ്ധതികളിൽ കുരുങ്ങി പലായനം ചെയ്യുകയാണ് ഈ പ്രദേശത്തെ നിരവധി ആളുകൾ. കൂരിരുട്ടിലേക്ക് ആളുകളെ തള്ളിവിട്ടതിന് ഉത്തരം പറയാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം കൊച്ചിയിൽ നിന്ന് റിയ, മാതൃഭൂമി ന്യൂസ്.